ഹലോ, വെൽക്കം ടു എക്സാം പോയിന്റ്. അപ്പം നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ ഇനി എത്തിയില്ലേ? അപ്പം നമുക്ക് റിവിഷനൊക്കെ തുടങ്ങണ്ടേ? അപ്പം നമ്മളുടെ 9th സ്റ്റാൻഡേർഡിൻ്റെ റിവിഷൻ നമ്മളുടെ എക്സാം പോയിന്റ് അപ്പം നമ്മളിപ്പോൾ തുടങ്ങാൻ പോവാണ്. അതിനു മുമ്പ് നമുക്ക് എന്തൊക്കെ പോർഷൻസ് നമ്മളുടെ 9th ജോഗ്രഫിയിൽ പഠിക്കാനുണ്ട് എന്നൊക്കെ നമുക്ക് അറിയണം അല്ലേ? അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് 4 ചാപ്റ്റേഴ്സാണ്. 4 3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ്. ഒന്നെന്ന് പറയുന്നത് ചാപ്റ്റർ 4 എന്തായിരുന്നു? ബൈ ദ ഹാൻഡ്സ് ഓഫ് ദി നേച്ചർ, അതായത് പ്രകൃതിയുടെ കൈകളാൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മളൊരു 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 5 ആണ്. ഏതാണ് നമ്മുടെ ചാപ്റ്റർ 5? ഓഷ്യൻ ആൻഡ് മാൻ, സമുദ്രവും മനുഷ്യനും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മളൊരു 15 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ചാപ്റ്റർ 6 നമ്മൾ ഇതുപോലെ തന്നെ ഒരു 15 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 6 ഏതാണ്? ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, അതായത് സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും. ഓക്കെ, അപ്പോൾ ഈ 3 ചാപ്റ്റർ നല്ല വൃത്തിയായിട്ട് പഠിക്കുക. അതിനുശേഷം മാത്രം നമ്മളുടെ ചാപ്റ്റർ 8 ഒന്ന് ഓടിച്ചു വിട്ട് നോക്കണം. അതായത് പോപ്പുലേഷൻ, മൈഗ്രേഷൻ ആൻഡ് സെറ്റിൽമെൻറ്റ്സ് എന്ന് പറയുന്നത്, അതായത് ജനസംഖ്യ, കുടിയേറ്റം, വാസസ്ഥലങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. കാരണം ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ അത് ലാസ്റ്റ് നോക്കും. അപ്പോൾ ഏറ്റവും വൃത്തിയായിട്ട് ഈ 3 ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഈ 9th ജോഗ്രഫി വളരെ ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മളുടെ റിവിഷൻ ക്ലാസ്സിൽ കാണാം. ബൈ.